നിങ്ങൾ അഭി പറയുന്ന കേട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കരുത്. ഭർത്താവിനെ ഉപയോഗിച്ച് ഭാര്യ അറസ്റ്റ് ചെയ്യാൻ നോക്കുക. എന്ത് ചീപ്പ് പരിപാടിയത്. ഇതൊക്കെ പോലീസുകാർക്ക് ചേർന്ന കാര്യങ്ങളാണോ? മുകുന്ദൻ ഇതറിഞ്ഞ എന്തുമാത്രം വിഷമിക്കും. അതിനെക്കുറിച്ചൊന്നും നീ തൽക്കാലം ആലോചിക്കണ്ട. നിന്നെ കുത്തിയിട്ട് കടന്നു കളഞ്ഞവളാ മഹിമ. അവളിങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നത് എല്ലാവർക്കും ഒരു ഭീഷണിയാ. അവളെ കുറ്റം പറയാൻ പറ്റോ? ചേച്ചിയെ കൊണ്ട് കേസിന്റെ അന്വേഷണം ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് അവക്ക് മനസ്സിലായി കാണും. എന്നിട്ട് മഹിമ പീതാംബരന്റെ കേസിൽ നിരപരാധിയാണെന്ന് മഞ്ജു തെളിയിച്ചല്ലോ. ഇവളുടെ കഴിവിൽ വിശ്വസിക്കാതെ ജയിലിൽ ചാടിയതുകൊണ്ട് മഹിമ പ്രശ്നത്തിൽപ്പെട്ടത്. ഐശ്വര്യ മാഡം വിളിക്കുന്നു. ഹലോ മാഡം. മഞ്ജു, ഞാൻ കുറെ ആലോചിച്ചു. അഭി ഒന്നിനും കൊള്ളാത്ത ഒരു വൃത്തികെട്ടവനാണെന്ന് എനിക്കും അറിയാം. പക്ഷേ അവൻ പറഞ്ഞ ഐഡിയ പ്രാക്ടിക്കൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മുകുന്ദനെ ഉപയോഗിച്ച് മഹിമയെ എളുപ്പത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. മുകളിൽ നിന്ന് മഹിമയെ അറസ്റ്റ് ചെയ്യാൻ നല്ല പ്രഷറുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്തേ പറ്റൂ. മാഡത്തിന് മുന്നിൽ വേറെ വഴികളില്ലെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ പ്ലാൻ നടപ്പിലാക്കാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ടീമിന്റെ കൂടെ മഞ്ജു ഉണ്ടായിരിക്കണം. ഞാനുണ്ടെങ്കിൽ മഹിമയെ രക്ഷപ്പെടാൻ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ തന്നെ പറയും. അങ്ങനെ ഒരു സംസാരത്തിന് ഇട കൊടുക്കണോ മാഡം? അങ്ങനെ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കാൻ വേണ്ടി തന്നെയാ തന്നോട് ടീമിന്റെ ഭാഗമാകാൻ ഞാൻ പറഞ്ഞത്. ആ ശരി മാഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തായി? നാളെ മഹിമ എന്തായാലും അറസ്റ്റിലാവും. കണ്ടറിയാം. നീ ആ ടീമിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മഹിമയെ രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിക്കും. കുറെ നേരമായി നിന്റെ ചൊറിഞ്ഞ സംസാരം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് കരുതി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. സ്വന്തം അനിയത്തിയെ അറസ്റ്റ് ചെയ്യാൻ പോവേണ്ടി വരുന്നതിന്റെ വിഷമത്തിൽ അവളിപ്പോ ഉള്ളത്. അതിന്റെ ഇടയിൽ തന്നെ നിനക്ക് ഓരോന്ന് പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കണമല്ലേ? ഗിരിയേട്ടാ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. നീ എത്ര ശ്രമിച്ചാലും അവന്റെ മനസ്സിൽ ഇപ്പോഴും മഞ്ജു തന്നെയാണ്.